ഹരീസ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗോതമ്പാണ്. ഗോതമ്പും ആട്ടിറച്ചിയും. ഇപ്പോൾ ചിക്കൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആട്ടിറച്ചിയും ഗോതമ്പുമൊക്കെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കുതിർത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഗോതമ്പ് ഇതുപോലുള്ള വലിയ പാത്രത്തിലിട്ടാണ് വേവിക്കുന്നത്. ഈ വലിയ പാത്രത്തിലേക്ക് ഗോതമ്പ് ഇടുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ചിക്കൻ, എല്ലില്ലാത്തത് ചിക്കൻ ആണെങ്കിലും ഇനി മട്ടൺ ആണെങ്കിലും ആട്ടിറച്ചിയാണെങ്കിലും രണ്ടും ഈ എല്ലില്ലാത്തതാണ് ഇടുന്നത്. അതിനുശേഷം അത് ഏറെ സമയം തിളപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ മണിക്കൂറിലധികം അത് വേവിക്കണം. കാരണം ഗോതമ്പ് നന്നായിട്ട് വെന്ത് അതിനകത്തേക്ക് ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ അതിനകത്തേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേരണം. ഇതുപോലുള്ള വലിയ ഇടിച്ച് എടുക്കാവുന്ന വിധത്തിലുള്ള സാധനങ്ങൾ കൊണ്ടോ അതിനെ വീണ്ടും മിക്സ് ചെയ്യുക. ഗോതമ്പും അതേപോലെ തന്നെ ആട്ടിറച്ചിയും ചേർന്നിട്ട് മിക്സ് ചെയ്യുക. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലുള്ള കരണ്ടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ചട്ടുകം ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക. ഈ ഗോതമ്പും അതുപോലെ തന്നെ ഇറച്ചിയും തമ്മിൽ വേറിട്ട് തിരിച്ചറിയാത്ത വിധത്തിൽ നല്ല കുഴമ്പ് രൂപത്തിൽ മാറുന്നുണ്ട്. അതിനകത്തേക്ക് ചിലപ്പോൾ ഒന്നുകിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ആ നെയ്യ് അതിന് മുകളിലേക്ക് കൂടെ വെതിർന്നു. അങ്ങനെയാണ് ഇത് വിളമ്പുന്നത്. ഇത് ഇളക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് മറ്റ് സ്പൈസസ് വേണമെങ്കിൽ നമുക്ക് അല്പം ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം. അവസാനമാണ് ഈ പ്ലേറ്റിൽ എത്തുന്നത്, നമ്മുടെ മുന്നിൽ എത്തുന്നത്. അറബിക് വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഹരീസ്. ഇതുപോലുള്ള പ്ലേറ്റിൽ വളരെ പരത്തിയാണ് അത് വിളമ്പുന്നത്. അതിനുശേഷം ആ പരത്തി വിളമ്പിയിട്ടുള്ളതിന് മുകളിലേക്ക് ഒലീവ് ഓയിൽ കൂടി ഉപയോഗിച്ചിട്ടാണ് അത് അതിഥികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്.